ഹായ് ഓൾ, എല്ലാവരും ഇപ്പോൾ LD ടൈപ്പിസ്റ്റ് എക്സാം വരാറായതിൻ്റെ ക്യൂരിയോസിറ്റിയിലായിരിക്കുമല്ലേ. അപ്പോൾ ഒക്ടോബർ 22 എക്സാം വരുന്നത്. ഇനി നമുക്ക് 43 ഡേയ്സ് മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. ആ 43 ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സിലബസ് കവർ ചെയ്യാൻ പറ്റുക, ഞാൻ ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ നിങ്ങളുടെ സിലബസ് കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ക്ലാസ്സസ് കണ്ടിന്യൂസ് വേണം എന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. ആൻഡ് ഇപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവാം, സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടാവാം. അപ്പം സ്റ്റാർട്ട് ചെയ്തവർക്കാണെങ്കിൽ ഇതൊരു റിവിഷനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്തവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബി കോൺഫിഡൻറ്റ് ആൻഡ് സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് മുതൽ നിങ്ങൾ ബേസ് മുതലായിരിക്കും നമ്മുടെ ക്ലാസ് പ്രോപ്പറായിട്ട് സിലബസ് കവറിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ലിസ്റ്റിൽ കയറാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് റിലേറ്റഡ് ടു ടൈപ്പ് റൈറ്റിംഗ്. അതിനു മുന്നേ തന്നെ സിലബസ് എല്ലാവർക്കും ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും നമ്മളെ ചാനലിൽ സിലബസ് അപ്ലോഡ് ചെയ്യാം. നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യൂ, ഏതൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് പോർഷൻസ്. എന്നിട്ട് സിലബസ് ഫസ്റ്റ് കവർ ചെയ്ത ശേഷം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയാൻ പറ്റൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ് റിവിഷൻ. നമ്മളിപ്പോൾ ഇന്ന് ഒരു ടോപ്പിക്ക് പഠിച്ചു, ഒരു 1 വീക്ക് കഴിഞ്ഞ് ആ ടോപ്പിക്ക് വീണ്ടും റിവൈസ് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം. കാരണം ഈസിയാണ്, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. ബട്ട് പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഈസ് നെസസറി. ഓക്കെ, താങ്ക് യു.